ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലും ഒരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈൻ ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നൈറ്റി കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 40 ചെസ്റ്റ് സൈസിൻ്റെ നൈറ്റിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആം ഹോളും ഞാനിവിടെ സെയിം 8 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പോടെ കൂട്ടി 13 ഇഞ്ചാണ്. നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടാതെ 10 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയാണ് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഈ ഒരു ഓപ്പൺ സൈഡിലേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തും താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത് 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുത്ത് ഒന്നുകൂടെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും വേണ്ടത് ആ സെയിം വിഡ്ത്തും ലെങ്തുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ചെറിയൊരു വി ഷേപ്പ് കൊടുത്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ റൗണ്ട് ഷേപ്പിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ കൊണ്ടുവരിക. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് നമ്മൾ റൗണ്ട് നെക്ക് ചെയ്യുമ്പോൾ ചെയ്യില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ നെക്കിന് ചുറ്റും ഒരു 2.25 ഇഞ്ച് വീതം ഫുൾ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ നെക്ക് വരച്ചെടുത്തു നിന്നും താഴേക്ക് 1 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചുറ്റും 2.25 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 2.25 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല, 2 ഇഞ്ചാണെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2.25 ഇഞ്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റിയുടെ ചീത്ത വശത്ത് വെച്ച് നെക്ക് അടിച്ചിട്ട് അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നല്ല വീതിയിൽ ആ നെക്കിൻ്റെ ആ ഒരു ഭാഗം നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ 2.25 ഇഞ്ച് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്നുകൂടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ അകത്ത് നമ്മൾ എങ്ങനെയാണോ നെക്ക് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വേണം പുറത്തും ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടുന്ന നെക്കല്ലേ, അപ്പോൾ നല്ല നീറ്റായിട്ട് വേണം നമ്മുടെ നെക്ക് വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ട് വി നെക്ക് താഴെ വശത്തും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ നെക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ തുണിയിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്കിതാ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഈ മുകളിൽ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ആ ഒരു നെക്കിൽ നിന്നും ഈ ഒരു ഫോൾഡഡ് സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ പുറത്തെ നെക്ക് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് അങ്ങ് മുകളിൽ വരെ കട്ട് ചെയ്യുക. അകത്തെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങ് മുകളിൽ വരെ കട്ട് ചെയ്യാതെ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ലൈൻ എവിടെയാണോ വരച്ചിരിക്കുന്നത് അവിടെ വരെ കൊണ്ട് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ആ സെൻറ്ററിൽ നിന്നും ആ ഫോൾഡഡ് സൈഡിൽ നിന്നും ഈ നെക്കിൻ്റെ അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ താഴത്തെ നെക്കാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അത് കഴിഞ്ഞ് വേണം അകത്തെ നെക്ക് കട്ട് ചെയ്ത് എടുക്കാൻ. ഇനി അകത്തെ നെക്ക് കട്ട് ചെയ്തിട്ട് മുകളിലത്തെ 1/2 ഇഞ്ചിൻ്റെ ലൈനില്ലേ അവിടെ കൊണ്ട് നിർത്തുക. അത് കഴിഞ്ഞ് ഈ സെൻറ്ററിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ലൈൻ പോലെ വന്നിരിക്കുന്നുണ്ടോ, അതുകൊണ്ട് നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി മാറില്ല. ഇനി നമുക്ക് ഇതിനോട് നമ്മുടെ നൈറ്റി തുണിയോട് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ക്യാൻവാസ് നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തുണിയുടെ ചീത്ത വശത്തേക്ക് നമ്മളുടെ ക്യാൻവാസിൻ്റെ ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്നതിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കി ഭാഗം ഫുള്ളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ ഈ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ചുറ്റും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഫുൾ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഈ തയ്യൽ തുമ്പ് നമ്മുടെ ക്യാൻവാസിന് മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മടങ്ങി കിട്ടാനാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ തയ്യൽ തുമ്പ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട്
ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം ഇത് നമ്മൾ നല്ല വശത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരികൊക്കെ നല്ല നീറ്റായിട്ടിരുന്നാലേ നമ്മുടെ നെക്കിന് നല്ല പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ടാണ് ആ സൈഡുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ. കാരണം ഈ ഒരു വക്ക് വരുന്ന ഭാഗം നമ്മുടെ നല്ല വശത്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി നമ്മുടെ നൈറ്റിയിലേക്ക് നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മുടെ നൈറ്റിയുടെ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ച തുണിയുടെ സെൻറ്റർ ഒന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശം വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നെക്ക് നല്ല വശത്തേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശം ആദ്യം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം സെൻട്രൽ നിന്നും താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം വെച്ച് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ആ സെൻറ്ററിലെ ആ ഒരു ഭാഗം ഫുൾ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി തയ്യൽ തുമ്പിൽ കൊള്ളാതെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ആ വി ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് ആ സെൻറ്റർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഫുൾ റൗണ്ട് ഒന്ന് അയൺ ചെയ്ത് എടുക്കുക. അയൺ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴ്വശത്ത് ഈ നെക്കിൻ്റെ അടിവശത്തായിട്ട് ചെറിയ ചുളുക്കമൊക്കെ കണ്ടോ. അപ്പോൾ ആ ചുളുക്കമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലേ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചുളുക്കമൊക്കെ അതേപടി നിൽക്കും. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോകും. അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് അയൺ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാനിത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഈ നെക്കിൻ്റെ അരികിൽ കൂടെ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ പുറത്ത് വശത്തൂടെയും ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാനിത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ നെക്കിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നെക്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ നൈറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതാ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന നെക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ചെറിയൊരു ഡോരി പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഞാൻ ഒരു പീസ് തുണി കട്ട് ചെയ്ത് 2 പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഞാനിവിടെ 21 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ എടുത്തൊന്ന് നിവർത്തി ഇടുക. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ആദ്യം ഒരു സൈഡൊന്ന് സെൻറ്ററിലേക്ക് മടക്കുക. അത് കഴിഞ്ഞ് അടുത്ത സൈഡും സെൻറ്ററിലേക്ക് മടക്കി ഇതുപോലെ ഒരുമിച്ച് ഫുള്ളായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഈ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ നെക്കിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ അടുത്ത പീസും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ആദ്യം ഒന്ന് സെൻറ്ററിലേക്ക് മടക്കുക, 2 സൈഡും ഒന്ന് മടക്കുക. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സെൻറ്ററിൽ കൂടെ ഒരുമിച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ അരികിൽ കൂടെ അങ്ങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വള്ളി അടിച്ചെടുക്കില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു വള്ളിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഉരുട്ടി അടിക്കത്തില്ല, നമ്മൾ തിരിച്ചിട്ടെടുക്കില്ലേ, അങ്ങനെ വേണേലും ചെയ്തെടുക്കുക. ഇതുപോലെ ഇത് മടക്കി മടക്കി അങ്ങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത വള്ളിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ 2.25 ഇഞ്ചാണ് എടുത്തിരുന്നത്. അപ്പോൾ 2.25 ഇഞ്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 1.1 വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 1.1 ഇതുപോലെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നെക്ക് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ചുറ്റും ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഒന്ന്
മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ അകത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു പീസില്ലേ അതിൻ്റെ സെൻറ്ററാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സെൻട്രൽ ഭാഗമില്ലേ നമ്മുടെ ഈ നടുക്കത്തെ ഭാഗം അതുകൂടെ അതായത് ഇതുപോലെ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 2 സൈഡിലായിട്ടല്ലേ വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്റർ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ താഴേക്കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഇനി എന്താ ഈ ഒരു വള്ളി ഇതുപോലെ കറക്റ്റായിട്ട് ആ 1.1 ഇഞ്ച് വെച്ച് ഈ താഴെ ഈ സെൻട്രൽ പോയിന്റ് വരെ നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ വള്ളിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ 1.1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇപ്പുറത്ത് ഈ സെൻറ്റർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ 2 സൈഡിലും വള്ളിയുടെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ നമ്മുടെ വള്ളിയുടെ 2 സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രൽ വരുമ്പോൾ ഈ 2 പീസും ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വള്ളി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വള്ളി നമ്മുടെ നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്ക് ഡിസൈന്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നൈറ്റി ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആ സൈഡ് വശം മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് ഇതിൽ ജസ്റ്റ് ഇട്ടുവെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആ വെച്ചിരിക്കുന്ന വള്ളിയുടെ അടിവശത്ത് ഞാൻ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു തുണിയും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.